അസ്സലാമു അലൈക്കും. ഇന്ന് ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്തു ആലു ഇമ്രാനെ കുറിച്ചാണ് പറയുന്നത്. ആലു ഇമ്രാൻ മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇതിലെ ആയത്തുകളുടെ എണ്ണം 200 ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാൻ കുടുംബം എന്നാണ് ആശയം. ഈസാ നബിയുടെ പിതാമഹനാണ് ഇമ്രാൻ. ഈസായുടെയും മറിയമിൻ്റെയും ചരിത്രം ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നതിലാണ് ഈ അധ്യായത്തിന് ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബമെന്ന് പേര് ലഭിച്ചത്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് ലഘുവായി പറയുകയാണെങ്കിൽ, തൗറാത്തും ഇഞ്ചീലും ഖുർആനും എന്നതിനെക്കുറിച്ച്, അതുപോലെ ബദർ യുദ്ധം ഒരു ദൃഷ്ടാന്തം, പിന്നെ പറയുന്നത് രഹസ്യങ്ങളും പരസ്യങ്ങളുമെല്ലാം അള്ളാഹു അറിയുക തന്നെ ചെയ്യും, പിന്നെ മറിയം ബീവിയുടെ കഥ, അതുപോലെ സക്കരിയ നബിയുടെ പ്രാർത്ഥനയും യഹ്യാ നബിയുടെ ജനനവും, പിന്നെ മറിയം ബീവിക്ക് മലക്കുകളുടെ സന്തോഷവാർത്ത, പിന്നെ പറയുന്നത് മസീഹു ഈസാ നബി അലൈഹിസ്സലാം പിതാവില്ലാതെ ജനിച്ചതിനെക്കുറിച്ച്, ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൃഷ്ടാന്തങ്ങളും പ്രത്യേകതകളും, ഈസാ നബി അലൈഹിസ്സലാമയെ ഉന്നത ലോകത്തേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തുമെന്നുള്ള വാഗ്ദാനം, പിന്നെ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് ഒരു ഉദാഹരണമാണ്. അതായത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു. അവൻ്റെ ആ രൂപത്തെ മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു. പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അതാ വീണ്ടും അത് ഉണ്ടാകുന്നു. അതായത് മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവും 1-ാമത്തെ മനുഷ്യനുമായ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയത് പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ത്രീ പുരുഷ സമ്പർക്കം അതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. മണ്ണിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രൂപപ്പെടുത്തി ഉണ്ടാക്കി. പിന്നീട് അതിനോട് മനുഷ്യനാവണമെന്ന് കൽപ്പിച്ചു. അത് മനുഷ്യനായി തീരുകയും ചെയ്തു. അത്രമാത്രം. ഈസായുടെ ജനനമാണെങ്കിൽ അത് ഒരു മാതാവിൽ നിന്നാണ്. ആ സ്ഥിതിക്ക് അതിനേക്കാൾ എത്രയോ പുതുമയും അത്ഭുതകരവുമാണ് ആദമിൻ്റെ ഉത്ഭവം എന്നിരിക്കെ ഈസയേക്കാൾ ഉന്നത സ്ഥാനം കൽപ്പിക്കേണ്ടത് ആദമിനല്ലേ? അദ്ദേഹത്തിന് ആരും ദിവ്യത്വം കൽപ്പിക്കുന്നുമില്ല. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഈ വിഷയത്തിൽ സംശയത്തിനോ ആശയക്കുഴപ്പത്തിനോ സ്ഥാനമില്ല എന്ന് സാരം. പിന്നെ ഇതിൽ പറയുന്നത് പ്രവാചകന്മാരോട് അള്ളാഹു വാങ്ങിയ കരാറ്, പിന്നെ ഇസ്ലാമല്ലാത്ത മതത്തെ സ്വീകരിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച്, അവിശ്വാസിയായി മരണപ്പെട്ടവൻ്റെ പശ്ചാത്താപം സ്വീകാര്യമല്ല, ഇഷ്ടപ്പെട്ട വസ്തുവിൽ നിന്ന് ചിലവഴിക്കുക, തൗറാത്തിൽ നിന്ന് തെളിയിക്കാൻ വെല്ലുവിളി, 1-ാമതായി സ്ഥാപിക്കപ്പെട്ട ആരാധനാ മന്ദിരമാണ് കഅബ എന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നു. പിന്നെ ഇതിൽ പരാമർശിക്കുന്നത് ഉഹദ് യുദ്ധത്തെക്കുറിച്ചാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നിർണായകമായ വിജയമുണ്ടായി. ഒരു മലയിടുക്കിൽ കാവൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാർ ഇനി കാവൽ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതി പടക്കളത്തിലേക്ക് ശത്രുക്കളുടെ സാധനസാമഗ്രികൾ ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന തക്കം നോക്കി ശത്രുക്കൾ ഓർക്കാപ്പുറത്ത് നിന്ന് ആക്രമണം നടത്തിയപ്പോഴാണ് മുസ്ലിങ്ങളുടെ അണികൾ പതറിപ്പോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് അമ്പേറിൽ പറഞ്ഞുപോയി. 70 സഹാബികൾ കൊല്ലപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടുവെന്ന് പ്രചരിപ്പിച്ചപ്പോൾ ആ സമയത്ത് സഹാബികൾ ഒന്ന് പതറിപ്പോയി. അപ്പോഴാണ് യുദ്ധം ചെറിയ തോതിൽ തകർന്നത്. ആ സന്ദർഭത്തിലാണ് മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായം വന്നത്. മലക്കുകളെ ഇറക്കി നിങ്ങൾക്ക് സഹായം നൽകുന്നതും ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് അതൊരു സന്തോഷവാർത്തയും അനുമോദനവുമായിക്കൊണ്ട് മാത്രമാണ്. അതുവഴി നിങ്ങൾക്ക് മനോവീര്യവും ധൈര്യവും ഉന്മേഷവും ലഭിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിത്തീരുകയും ചെയ്യുമെന്ന് കരുതിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ആ സന്ദർഭത്തിൽ ഇറക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിൽ പ്രതിപാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യശീലം വലിയൊരു അനുഗ്രഹമാണ് എന്നതിനെക്കുറിച്ചാണ്. കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി ആലോചന നടത്തണം എന്നതിനെക്കുറിച്ചും ഉണർത്തുന്നു. പിന്നെ പറയുന്നത് അദൃശ്യകാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നതിനെക്കുറിച്ചും ഉണർത്തുന്നു. ഇനി ഈ സൂറത്തിൻ്റെ അവസാന ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും ചെയ്യുക, പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്നാണ് അവസാനത്തെ ആയത്തിലുള്ള ഉള്ളടക്കം. ആണും പെണ്ണും വ്യത്യസ്ത വർഗങ്ങളല്ല, മനുഷ്യവർഗത്തിലെ 2 വിഭാഗങ്ങൾ മാത്രമാണ്.
സൽക്കർമ്മം ചെയ്യുന്നത് ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ക്ഷമയെക്കുറിച്ചാണ് ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് സത്യവിശ്വാസികൾ അറിയുകയും പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടുന്ന അനേകം വിഷയങ്ങൾ വിവരിച്ച ശേഷം അവയുടെ ഒരു രത്നച്ചുരുക്കമെന്നോണം കേവലം 4 വാക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന 4 ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നു. സ്വന്തം ദേഹങ്ങളോട് ബന്ധപ്പെട്ടത്, മറ്റുള്ളവരോട് ബന്ധപ്പെട്ടത്, അള്ളാഹുവിനോട് ബന്ധപ്പെട്ടത് എന്നിങ്ങനെ 3 തരം വിഷയങ്ങളാണ് മനുഷ്യർക്ക് അഭിമുഖീകരിക്കുവാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൻ്റെ നിയമോപദേശങ്ങൾ പാലിക്കുന്നതിലും കടമകൾ നിർവഹിക്കുന്നതിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിലും ആപത്തുകളും കഷ്ടപ്പാടുകളും നേരിടുന്നതുമെല്ലാം തന്നെ ക്ഷമയും സഹനവും കൈക്കൊള്ളണമെന്നാണ് താല്പര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആലു ഇമ്രാൻ സൂറത്തിൻ്റെ ചുരുക്കമായിട്ട് പറയുവാനുള്ളത്. ആഹിർ ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.